ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ SSLC ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഗ്ലിംസസ് ഓഫ് ഗ്രീന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്ലിംസസ് ഓഫ് ഗ്രീന് എന്ന് പറഞ്ഞാൽ പച്ചയുടെ നേർക്കാഴ്ച എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ ഈ ഗ്രീന് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നേച്ചറിനെയാണ്, അതായത് പ്രകൃതിയെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ദിസ് യൂണിറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് നേച്ചർ. ഈ യൂണിറ്റ് ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 സെക്ഷൻ ഉണ്ട്, പ്രോസ് സെക്ഷനും പോം സെക്ഷനും ഉണ്ട്. അതിൽ പ്രോസ് സെക്ഷനിൽ 2 ഷോർട്ട് സ്റ്റോറീസ് വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള റസ്കിൻ ബോണ്ടിൻ്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു 6 പേജസോളം ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്യുക. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, റസ്കിൻ ബോണ്ടാണ് ഇതിൻ്റെ ഓതർ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് നോക്കാം. റസ്കിൻ ബോണ്ട്, born on 19 May 1934, is an Indian author of British descent. ഈ റസ്കിൻ ബോണ്ട് അദ്ദേഹം ഒരു ഇന്ത്യൻ എഴുത്തുകാരനായിരുന്നു, ഓഫ് ബ്രിട്ടീഷ് ഡീസെൻറ്റ്. അദ്ദേഹം ബ്രിട്ടീഷ് ഡീസെൻ്റ് ആയിരുന്നു. ഡീസെൻ്റ് എന്ന് പറഞ്ഞാൽ വംശപരമ്പരയാണ്. അദ്ദേഹത്തിൻ്റെ വംശപരമ്പര ബ്രിട്ടീഷ് ആയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു ഇംഗ്ലീഷുകാരനും മദർ ഒരു ആംഗ്ലോ ഇന്ത്യനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രിട്ടീഷ് ഡീസെൻ്റ് ആണ്. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. അദ്ദേഹത്തിൻ്റെ ഫാദർ റോയൽ എയർഫോഴ്സിലെ ഒരു ഓഫീസറാണ്. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായിട്ടുള്ള ദ റൂം ഓൺ ദ റൂഫ് അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഒരു ജസ്റ്റ് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് നേരെ ഷോർട്ട് സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഇതിനൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതൊന്ന് നോക്കാം. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. നേച്ചർ, പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. മാൻ ഷുഡ് ലിവ്, മനുഷ്യൻ ജീവിക്കണം. ഇൻ ഹാർമണി വിത്ത് നേച്ചർ, പ്രകൃതിയുമായി ഒരു ഒത്തൊരുമയിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഈ ഹാർമണി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച എന്നൊക്കെയാണ് മീനിങ്. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ആൾവേസ് മെസ്മറൈസിങ്. പ്രകൃതിയുടെ ഒരു ഭാഗമാവുക എന്നുള്ളത് എല്ലായ്പ്പോഴും മെസ്മറൈസിങ് ആണ്, അതായത് സന്തോഷം നൽകുന്നതാണ് അല്ലെങ്കിൽ മനം മയക്കുന്ന ഒരു കാര്യമാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ? നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ, ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? എന്തിന്? ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നേച്ചർ. ലീഷർ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഴിവ് സമയങ്ങൾ പ്രകൃതിയോടൊത്ത് ചിലവഴിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും ഒരവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസെൻസ് ഓഫ് നേച്ചർ. നമുക്ക് വായിക്കാം എങ്ങനെയാണ് നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറിയിലുള്ള ബോയ് നേച്ചറുമായിട്ട് കൂടിച്ചേർന്ന് ഇടപഴകി അതിനെ എക്സ്പീരിയൻസ് ചെയ്തതെന്നും അതിനെ എൻജോയ് ചെയ്തതെന്നൊക്കെ നമുക്കൊന്ന് വായിക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സാഹസികതകൾ എന്നാണ്. ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ആൽമരമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആൽമരത്തിലുള്ള സാഹസികതകൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. അപ്പോൾ ഇവിടെ പറയുന്നത് the house and grounds of our home in India were grandfather's domain. ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടും പരിസരവുമെല്ലാം ഗ്രാൻഡ് ഫാദറിൻ്റെ ഡൊമെയിൻ ആയിരുന്നെങ്കിലും, ഡൊമെയിൻ എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ സ്വത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിലായിരുന്നെങ്കിലും, ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. ആ പഴയ മാഗ്നിഫിസൻ്റ് എന്ന് പറഞ്ഞാൽ പ്രൗഢിയുള്ള ഗംഭീരമായ ആ ആൽമരം മാത്രം എൻ്റേതായിരുന്നു എന്നാണ് പറയുന്നത്. ചീഫ്ലി ബിക്കോസ്, അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, 65 വയസ്സുള്ള ഗ്രാൻഡ് ഫാദറിന് കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, അതിലേക്ക് ഇനി ഒരിക്കലും കയറാൻ കഴിയില്ല എന്നുള്ള കാരണം കൊണ്ട് ആ ഓൾഡായിട്ടുള്ള ബനിയൻ ട്രീ മാത്രം നമ്മുടെ നരേറ്ററുടേതായിരുന്നു എന്നാണ് പറയുന്നത്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഗ്രാൻഡ് മദർ, മുത്തശ്ശി എപ്പോഴും യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ പതിവായിട്ട്, യൂഷ്വലി എന്നുള്ള മീനിങ് ആണ്. പതിവായിട്ട് എപ്പോഴും ടീസ് ചെയ്യാറുണ്ട്, അതായത് കളിയാക്കാറുണ്ട് മുത്തശ്ശനെ ഇതിൻ്റെ പേരിൽ.
എന്താണ് അവർ പറയാറ്? ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. പലപ്പോഴും അവർ കളിയാക്കുക ഈ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആരാണ് ഈ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് നമുക്ക് നോക്കാം. കൗണ്ടസ് എന്ന് പറഞ്ഞാൽ പ്രഭുവിൻ്റെ ഭാര്യ എന്നാണ് അർത്ഥം. ഈ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൺ ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117 and would have lived longer if she hadn't fallen while climbing an apple tree. 117 വയസ്സ് വരെ ജീവിച്ച ഒരു ഇംഗ്ലീഷ് വുമൺ ആണ് ആര്? കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്. അപ്പോൾ മുത്തശ്ശി എന്താണ് പറയാറ്? ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻ ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. അവർ കുറച്ചു കാലം കൂടെ ജീവിക്കുമായിരുന്നു എങ്ങനെയാണെങ്കിൽ ആ ആപ്പിൾ ട്രീൻ്റെ മേലെ കയറുന്നതിനിടയിൽ വീണില്ലായിരുന്നെങ്കിൽ അവർ കുറച്ചു കാലം കൂടെ ജീവിച്ചേനെ എന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശി എപ്പോഴും മുത്തശ്ശനെ കളിയാക്കാറ്, ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാറ് എന്നാണ് പറയുന്നത്. അതായത് ഈ വയസ്സിൽ ഇനി മുത്തശ്ശന് അതിൻ്റെ മേലെ കയറണ്ട എന്നുള്ളൊരു മീനിങ്ങിലാണ് പറയുന്നത്. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. അതായത് ഇവിടെ നമുക്ക് ആ ഒരു ബനിയൻ ട്രീൻ്റെ ഒരു പിക്ചറാണ് പറഞ്ഞു തരുന്നത്. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ, അതിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ നല്ല സ്പ്രെഡ് ചെയ്തിട്ട് പരന്നാണ് നിൽക്കുക. അതിൻ്റെ ഈ പരന്ന് നിൽക്കുന്ന ഈ ബ്രാഞ്ചസ് ഇങ്ങനെ താഴെ ഗ്രൗണ്ടിൽ വന്ന് ടച്ച് ചെയ്യും, വളഞ്ഞ് കർവ് ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് നിലത്ത് വന്നിട്ട് ടച്ച് ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് റൂട്ട് അഗെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ പൊന്തി ഉണ്ടായി ഒരു മെയ്സ് ഓഫ് ആർച്ചസ് അവിടെ ഫോം ചെയ്യും എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. മെയ്സ് ഓഫ് ആർച്ചസ് എന്ന് പറഞ്ഞാൽ, ആർച്ചസ് എന്ന് പറഞ്ഞാൽ കമാനങ്ങളാണ്. മെയ്സ് ഓഫ് ആർച്ചസ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു നിഗൂഢമായ ഒരു ദുർഘടമായ ഒരിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ള ഒരു ആർച്ചസ് കമാന രൂപത്തിൽ അതിങ്ങനെ നിൽക്കും. അത് നമ്മുടെ നെറേറ്റർക്ക് എൻലെസ് പ്ലഷർ നൽകുകയാണ്, ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. The tree was older than the house, older than grandfather, as old as town of Dera, nestling in a valley at the foot of the Himalayas. ഈ മരം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ വീടിനേക്കാളും ഇതിന് ഓൾഡറായിരുന്നു, അതായത് വീടിനേക്കാളും പഴക്കമുള്ളതായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനേക്കാളും പ്രായമുണ്ടായിരുന്നു അതിന്. ഡേറ പട്ടണത്തിൻ്റെ അത്രയും ഓൾഡായിരുന്നു, അത്രയും പ്രായമുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ ഡേറ പട്ടണത്തെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. ഈ ഡേറ എന്ന് പറയുന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹിമാലയൻ താഴ്വരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. My first friend and familiar was a small grey squirrel, arching his back and sniffing into the air. He seemed at first to resent my invasion of his privacy. പിന്നെ നമ്മുടെ നരേറ്റർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫ്രണ്ടും പരിചയക്കാരനും ഒരു ചെറിയ തവിട്ട് നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞായിരുന്നു എന്നാണ് പറയുന്നത്. ആർച്ചിങ് ഇസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, ഇങ്ങനെ മുതുക് വളച്ചും കൊണ്ട് ഇങ്ങനെ എയറിലേക്ക് മണത്തുള്ള ഒരു ചെറിയൊരു സ്ക്യൂരലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്നാണ് പറയുന്നത്, ഫസ്റ്റ് ഫ്രണ്ട്. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അദ്ദേഹം അവനോട് അടുക്കാൻ ശ്രമിച്ചപ്പോൾ അതായത് ഈ അണ്ണാൻകുഞ്ഞിൻ്റെ പ്രൈവസിയിലേക്ക്, അവൻ്റെ സ്വകാര്യതയിലേക്ക് നമ്മുടെ നെറേറ്റർ ഇൻവേഷൻ എന്നാണ് അവിടെ പറയുന്നത്. അതായത് കടന്നു കയറിയപ്പോൾ അത് അവനെ ഒരു റിസെൻ്റായിട്ടാണ് തോന്നിയത്, അതായത് അവനൊരു വെറുപ്പ്, അമർഷം ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത്. But when he found that I did not arm myself with a catapult or air gun, he became friendlier. പക്ഷേ ആദ്യമൊക്കെ അവനെ എതിർത്തെങ്കിലും പിന്നീട് അവന് മനസ്സിലായപ്പോൾ, അതായത് ഹി ഫൗണ്ട് ദാറ്റ്, അവന് കണ്ടെത്തി ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കാറ്റപ്പൾട്ട് ഓർ എയർ ഗൺ, എൻ്റെ കയ്യിലൊരു കാറ്റപ്പൾട്ടും എയർ ഗണ്ണും ഒന്നും ഇല്ല എന്നുള്ളത് അവന് കണ്ടെത്തിയപ്പോൾ, അവന് മനസ്സിലായപ്പോൾ, കാറ്റപ്പൾട്ട് എന്ന് പറഞ്ഞാൽ കവണയില്ലേ, കവണക്കാണ് പറയുന്നത്, അതൊന്നും ഇല്ല എന്ന് അവന് കണ്ടെത്തിയപ്പോൾ അവനൊന്നും കൂടെ പരിചയമായി, ഒരു ഫ്രണ്ട്ലിയറായി എന്നാണ് പറയുന്നത്. അവരങ്ങനെ ഫ്രണ്ട്സായി എന്നാണ് പറയുന്നത്. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. പിന്നെ ഞാൻ അവനിക്കിങ്ങനെ കേക്കിൻ്റെ പീസസും ബിസ്ക്കറ്റിൻ്റെ പീസസും ഒക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തപ്പോൾ, ലിവിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ, ഹീ ഗ്രൂ ബോൾഡർ, അവനൊന്നും കൂടെ ഇങ്ങനെ അവൻ്റെ എല്ലാ അടുപ്പം ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ, അങ്ങനെ അവസാനം അവനൊന്നും കൂടെ പരിചയമായി. ഫെമിലിയർ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പരിചയമായി. ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്, എൻ്റെ കയ്യിൽ നിന്ന്
ഭക്ഷണം എടുക്കാനുള്ള അത്രയും പരിചയമായി എന്നാണ് പറയുന്നത്. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്. അധികം വൈകാതെ തന്നെ അവനിങ്ങനെ നമ്മുടെ നെറേറ്ററിൻ്റെ പോക്കറ്റിലേക്ക് ഡെൽവ് ചെയ്തിട്ട് ഇങ്ങനെ പോക്കറ്റിലിങ്ങനെ തിരഞ്ഞിട്ട് അവന് എന്താണോ കാണുന്നത്, അവന് എന്താണോ കിട്ടുന്നത് അതൊക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ തുടങ്ങി. ഹി വാസ് എ വെരി യങ് സ്ക്യൂരൽ. അവനൊരു യങ്ങായിട്ടുള്ള സ്ക്യൂരലായിരുന്നു, അണ്ണാനായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫുള്ളിഷ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ. അവനൊരു യങ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം അവനെ ഒരു ഹെഡ് സ്ട്രോങ് ആയിട്ടും ഫൂളിഷായിട്ടും, അവനെ ഒരു താന്തോന്നിയായിട്ടും, ഒരു ആരെയും അനുസരിക്കാത്ത ഒരു അണ്ണാനായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വിഡ്ഢിയായിട്ടൊക്കെ. അത് എന്തിനാണ് ഇങ്ങനെ നമ്മുടെ നെറേറ്റർ പറയുന്നത്? ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ ഒക്കെ വിശ്വസിച്ചതിൻ്റെ പേരിൽ അവനെ ചിലപ്പോൾ അങ്ങനെ ഒരു ഹെഡ് സ്ട്രോങ് ആയിട്ടും ഫൂളിഷായിട്ടും ഒക്കെ അവൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. വസന്തകാലമാവുമ്പോൾ ഈ ബനിയൻ ട്രീയിൽ നിറച്ച് എന്തുണ്ടാവും? റെഡ് ഫിഗ്സ് ഉണ്ടാവും, ചെറിയ പഴങ്ങളുണ്ടാകും. അപ്പോൾ അതുണ്ടാവുന്ന സമയത്ത് ബേർഡ്സ് ഓഫ് ആൾ കൈൻഡ്സ്, എല്ലാ ഇനത്തിൽപ്പെട്ട പക്ഷികളും കൂട്ടമായിട്ട് വന്ന്, ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് വന്നിട്ട് ഇതിൻ്റെ ബ്രാഞ്ചസിലിരിക്കും, ഇതിൻ്റെ കൊമ്പിലിരിക്കും. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, അടിഭാഗത്തായിട്ട് ചുവപ്പ് കളറുള്ള ബുൾബുൾ, അതിൻ്റെ പിക്ചറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്. അപ്പോൾ ഇതൊക്കെ അവിടേക്ക് വരുന്ന പക്ഷികൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഈ ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രൗസ്. പാസ്റ്ററിൻ്റെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, റോസി പാസ്റ്ററാണ്. പിന്നെ പാരറ്റ്സ് വരാറുണ്ട്, ക്രോസ് തത്തകളും നമ്മുടെ കാക്കകളും ഒക്കെ വരാറുണ്ട് എന്നാണ് പറയുന്നത്. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, എല്ലാ സമയത്തും ഇങ്ങനെ സ്ക്വാബിൾ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാ തരത്തിലുള്ള പക്ഷികളും വന്ന് ഇതിൻ്റെ ചില്ലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ഇതിൽ പഴം ഉണ്ടാവുന്ന സമയത്താവുമ്പോൾ ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ റോഡിലെ ഏറ്റവും സൗണ്ടുള്ള, ഏറ്റവും ബഹളമുള്ള ഒരു സ്ഥലമായിട്ട് നമ്മുടെ ബാനിയൻ ട്രീ മാറും എന്നാണ് നമ്മുടെ നരേറ്റർ പറയുന്നത്. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. അപ്പോൾ നമ്മുടെ നരേറ്റർ പിന്നെ പറയുന്നത് ഹാഫ് വേ അപ്പ് ദ ട്രീ, ഈ നമ്മുടെ ആലിൻ്റെ മുകളിലൊരു പകുതിയൊക്കെ ആയിട്ട് I had built a small platform on which I would often spend the afternoons. ഞാൻ അവിടെ എൻ്റെതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തിന്? ഈ ഉച്ച സമയങ്ങളൊക്കെ അവിടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. അധികം ചൂടൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് അവിടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. I could read there, ഞാൻ അവിടെ ഇരുന്ന് വായിക്കാറുണ്ട്. Propping myself up against the bole of the tree with cushions taken from the ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്തിട്ടുള്ള കുഷ്യന് അവൻ തന്നെ കയറ്റിക്കൊണ്ടതാണ്. മൈസെൽഫ് അപ്പ് എന്നാണ് പറയുന്നത്. പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ താങ്ങിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവിടെ തൻ്റെതായൊരു സ്പേസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ബോൾ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തടിക്കാണ് പറയുന്നത്. ഇങ്ങനെ ചെറിയ ഡിഫിക്കൽട്ടായിട്ടുള്ള വാക്കുകളുടെയൊക്കെ മീനിങ് നമ്മുടെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. Treasure Island, Huckleberry Finn, The Mowgli Stories and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് വായിക്കുന്ന ബുക്കുകളുടെയൊക്കെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൻ ഐ ഡിഡ് നോട്ട് ലൈക്ക് റീഡിങ്, എനിക്കങ്ങനെ വായിക്കാൻ തോന്നാത്ത സമയങ്ങളിൽ ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബാനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. ഞാൻ എന്ത് ചെയ്യും, താഴേക്കുള്ള ബാനിയൻ ലീവ്സിൻ്റെ, അതായത് അതിൻ്റെ ഇലകളുടെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആ ഇലകളുടെ ഇടയിലൂടെ താഴെയുള്ള ലോകം നോക്കി കാണുന്നതാണ് പറയുന്നത്. അതായത് താഴെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അദ്ദേഹം നോക്കും. അപ്പോൾ അദ്ദേഹം കാണുന്നത്
അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. ചിലപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ കാണുക ഗ്രാൻഡ് മദർ അലക്കിയിട്ട തുണികൾ വിരിക്കുന്നതോ അല്ലെങ്കിൽ അത് എടുക്കുന്നതോ ഒക്കെ കാണാറുണ്ട്. അല്ലെങ്കിൽ അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ. ചിലപ്പോൾ കാണുക കുക്ക് പാചകക്കാരന് ഈ ഫ്രൂട്ട് വെൻഡറായിട്ട്, അതായത് പഴങ്ങളൊക്കെ വിൽക്കുന്ന ആളെടുത്ത് ചിലപ്പോൾ ഇങ്ങനെ ക്വാറൽ ചെയ്യുന്നത്, അതായത് ഇങ്ങനെ തർക്കിച്ച് നിൽക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുക. അല്ലെങ്കിൽ ഓർ at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. നമ്മൾ പറഞ്ഞു ഇവർ ബ്രിട്ടീഷ് ഡീസൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇംഗ്ലീഷ് ഗാർഡനിൽ, അതായത് മുത്തശ്ശൻ്റെ ഗ്രാൻഡ് ഇംഗ്ലീഷ് ഗാർഡനിൽ ഇന്ത്യൻ മെരിഗോൾഡ്സ് ഉണ്ടാവുന്നത് അദ്ദേഹത്തിന് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ആ ഇന്ത്യൻ മെരിഗോൾഡ്സ് ഉണ്ടാവുന്ന സമയത്ത് അതിനെ നോക്കി ഇങ്ങനെ ഗ്രംബിൾ ചെയ്യുന്നത്, അതായത് ഇങ്ങനെ പിറുപിറുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അതിനോടൊരു മുറുമുറുപ്പ് കാണിക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ നരേറ്റർ ഈ ബനിയൻ ട്രീയുടെ മേലെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് എന്നാണ് പറയുന്നത്. Usually, nothing very exciting happened while I was in the banyan tree, but on one particular afternoon, I had enough excitement to last me through the summer. സാധാരണ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ അവിടെ ബനിയൻ ട്രീയുടെ മേലെ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഒരു പെർട്ടിക്കുലർ ആഫ്റ്റർനൂണിൽ, ഒരു പ്രത്യേക ഒരു ആഫ്റ്റർനൂണിൽ ഒരു സംഭവം, തനിക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരു കാര്യം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി എബോവ് ദം ഇൻ ദ ബാനിയൻ ട്രീ. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം കണ്ടത്, എന്താണ് കണ്ടത്? ഒരു മംഗൂസ്, ഒരു കീരിയും ഒരു കോബ്രയും ഫൈറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഗാർഡനിൽ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം ഇരുന്നത് അവരുടെ നേരെ ഡയറക്റ്റ് എബോവ് ആയിട്ടാണ് അവരിരുന്നിരുന്നത്, ഈ നമ്മുടെ നരേറ്റർ ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അതൊരു ഏപ്രിൽ മാസത്തിലുള്ള ആഫ്റ്റർനൂൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ the warm breezes of approaching summer had sent everyone, including grandfather, indoors എന്നാണ് പറയുന്നത്. വരാനിരിക്കുന്ന സമ്മറിൻ്റെ ആ ഒരു കാറ്റടിക്കുന്ന ആ സമയത്ത് എല്ലാവരും ഇൻഡോർ ആയിരിക്കും, ആരും പുറത്തൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഉള്ളിലേക്കായിരിക്കും. അതാണ് പറയുന്നത്, അത് സെൻറ്റ് എവരി വൺ, എല്ലാവരെയും അയച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദറിനെ അടക്കം ഇൻഡോർ, വീടിൻ്റെ ഉള്ളിലേക്ക് ഇരുത്തിയിട്ടുണ്ട് എന്നാണ്. അതായത് ചൂടാവുമ്പോൾ എല്ലാവരും വീടിൻ്റെ ഉള്ളിലായിരിക്കും എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. അപ്പോൾ നമ്മുടെ ഈ നരേറ്റർ പറയുന്നത്, എനിക്ക് ഡ്രൗസി എന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു വീടിൻ്റെ പുറകിലുള്ള പോണ്ടിൽ പോയിട്ട്, കുളത്തിൽ പോയിട്ട് ഒന്ന് സ്വിം ചെയ്ത് വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. And I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അപ്പോഴാണ് അദ്ദേഹം കണ്ടത് ഒരു വലിയ ഹ്യൂജായിട്ടുള്ള ബ്ലാക്ക് കോബ്ര ക്ലംപ് ഓഫ് കാക്ടസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ക്ലംപ് ഓഫ് കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾ ചെടികളാണ്. അപ്പോൾ ക്ലംപ് ഓഫ് കാക്ടസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ, ഈ കള്ളിമുൾ ചെടികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ ബ്ലാക്ക് കോബ്ര ഇങ്ങനെ വരുന്നത് അദ്ദേഹം കണ്ടു. മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. അത് ഒരു ഗാർഡനിലെ ഒരു തണുപ്പുള്ളൊരു ഭാഗത്തേക്ക് അത് വരികയാണ്, ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ്, അതേ സമയം തന്നെ ഒരു കീരിയെയും അദ്ദേഹം കാണുകയാണ്. ഈ മംഗൂസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഹും ഐ ഹാഡ് ഓഫൻ സീൻ. ഇതിനെ നമ്മുടെ നരേറ്റർ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കീരിയാണ് പറയുന്നത് ഐ ഹാഡ് ഓഫൺ സീൻ. ഓഫൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എമേർജ്ഡ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻറ്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര. അപ്പോൾ ഈ മംഗൂസ് ബുഷസിൻ്റെ ഇടയിൽ നിന്ന്, ഈ ചെടികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നേരെ ഈ കോബ്രയുടെ നേരേക്ക് പോവുകയാണ്. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. അപ്പോൾ ഒരു ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് ക്ലിയർ വിഷനാണ്, നേരെ കാണാം, താഴേക്ക് നേരെ കാണാം. ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല സൺഷൈന് നല്ല ബ്രൈറ്റായി നിൽക്കുന്ന സമയമാണ്, ആഫ്റ്റർനൂൺ ആണെന്ന് പറഞ്ഞല്ലോ. ദേ കെയിം ഫേസ് ടു ഫേസ്. അപ്പോൾ ഈ സമയത്ത് ഇവർ രണ്ടുപേരും മുഖത്തോട് മുഖം, അതായത് നേർക്ക് നേര് ഒരു ഫൈറ്റിന് വേണ്ടി ഇങ്ങനെ റെഡി ആവുകയാണ്. Cobra knew only too well that the grey mongoose
3 feet long, was a superb fighter, clever and aggressive. അപ്പോൾ ഈ കോബ്രയ്ക്ക് അറിയാം തൻ്റെ ഫൈറ്റർ എതിരെ നിൽക്കുന്ന ആൾ ഈ ഗ്രേ മംഗൂസ് 3 feet long, അതിന് 3 അടിയാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു സൂപ്പർ ഫൈറ്ററാണ്, അതുപോലെ തന്നെ ക്ലവർ ആൻഡ് അഗ്രസീവാണ്, നല്ല ബുദ്ധിശാലിയും അതുപോലെ ദേഷ്യക്കാരനും ഒക്കെ ആണെന്ന് കോബ്രയ്ക്ക് നന്നായിട്ട് അറിയാം. ബട്ട് എന്നാലും ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. പക്ഷെ നമ്മുടെ ഈ കോബ്രയും ഒരു സ്കിൽഫുള്ളും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ഒരു ഫൈറ്ററാണ് കോബ്രയും. ഹീ കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അവനെന്ത് ചെയ്യാൻ പറ്റും, പ്രകാശത്തിൻ്റെ വേഗതയിൽ, അതായത് അത്രക്കും പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രൈക്ക് ചെയ്യാനും എതിർക്കാനും ഒക്കെ പറ്റുന്ന ആൾ തന്നെയാണ് ആര്, നമ്മുടെ കോബ്രയും. അതുകൊണ്ടാണ് സ്കിൽഫുള്ളാണെന്ന് പറയുന്നത്, സ്കിൽഫുൾ ഫൈറ്ററാണ്. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. അതുകൂടാതെ തന്നെ അവൻ്റെ ആ കൂർത്ത നീളമുള്ള പല്ലുകൾക്ക് പിറകെയുള്ള, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകിലുള്ള ആ സാക്കിൽ, സെഞ്ചിയിൽ എന്താ ഉള്ളത്, ഓഫ് ഡെഡ്ലി വെനമാണ്, ഫുൾ ഓഫ് ഡെഡ്ലി വെനമാണ്. അതായത് ഡെഡ്ലി വെനം എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള വിഷമാണ് അതിൻ്റെ ആ ഒരു സെഞ്ചിയിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇത് ശരിക്കും ചാമ്പ്യന്മാർ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് രണ്ട് ഫൈറ്റേഴ്സും സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത്. Hissing defiance, his forked tongue darting in and out, the cobra raised 6 feet off the ground and spread his broad spectacled hood. അപ്പോൾ ഹിസ്സിങ് ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ ധിക്കാരത്തിൽ, അതായത് ഇവർ ഇങ്ങനെ ഫൈറ്റിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു തൻ്റെ എതിർപ്പൊക്കെ കാണിച്ചിട്ട് നമ്മുടെ കോബ്ര ഹിസ് ചെയ്യാണ്, അതായത് അതിൻ്റെ ആ ഒരു ഹിസ് എന്നുള്ള സൗണ്ടില്ല അത് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ചീറ്റ് ആണ്. ഹിസ് ഫോക്ക്ഡ് ടങ്, അതിൻ്റെ ഫോക്ക് പോലത്തെ ആ ടങ്, അതായത് അതിൻ്റെ നാവ്, പാമ്പുകളുടെ നാവ് ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഇങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞ് ഫോർക്ക് പോലെ ആയിരിക്കും ഇതിൻ്റെ പാമ്പുകളുടെ നാവ് ഉണ്ടാകുക. അപ്പോൾ ഈ കോബ്രയുടെ നാവ് അതിങ്ങനെ ഡാർട്ട് ചെയ്യാണ്, അതായത് ഇങ്ങനെ തെറിപ്പിക്കുകയാണ്, ഇൻ ആൻഡ് ഔട്ട്, പുറത്തേക്കും ഉള്ളിലേക്കും ഇങ്ങനെ അതിങ്ങനെ തെറിപ്പിക്കുന്നുണ്ട് അതിൻ്റെ നാവ്. ദ കോബ്ര റൈസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. അതിൻ്റെ ആ 6 അടി നീളമുള്ള കോബ്രയാണ്, അതിൻ്റെ 3 അതായത് പകുതിയോളം അതിങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ്, അതിൻ്റെ വിശാലമായ സ്പെക്ടക്കിൾഡ് ഹുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ അതിൻ്റെ ആ പത്തിയാണ്, ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തിയാണ്. അപ്പോൾ സ്പെക്ടക്കിൾഡ് ഹുഡ് എന്ന് പറയാൻ, അപ്പോൾ അതിൻ്റെ പത്തിയിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഒരു കണ്ണട പോലെയൊക്കെ അതിലൊരു ഇതിങ്ങനെ കാണുന്നില്ലേ, അപ്പോൾ അതിനാണ് ഈ സ്പെക്ടക്കിൾഡ് ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടർത്തി ഇങ്ങനെ ഫൈറ്റിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് കോബ്ര. അപ്പോൾ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ഇടയിൽ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വെറും ചാപ്റ്ററിൽ ഉള്ളത് മാത്രം പഠിച്ചു പോകാതെ ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ കൊടുത്തതാണ്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. അപ്പോൾ കോബ്ര ഇങ്ങനെ റെഡിയായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കീരിയും എന്താവുന്നുണ്ട്, റെഡി ആവുന്നുണ്ട്. അവനെങ്ങനെയാണ് റെഡി ആവുന്നത്, ബുഷ്ഡ് ഹിസ് ടെയിൽ, അവൻ്റെ വാലിങ്ങനെ അതും ഇങ്ങനെ വിടർത്തുന്നുണ്ട്. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. അവൻ്റെ പുറകിൽ നട്ടലിൻ്റെ ഭാഗത്തായിട്ടുള്ള ലോങ് ഹെയർ, നീളമുള്ള രോമങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ്. ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തൊക്കെ, അതായത് മുമ്പേ, ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ, അവൻ്റെ ഈ രോമങ്ങളുടെ കട്ടി, ഹാഡ് സേവ്ഡ് ഹിം, അവനെ രക്ഷിച്ചിട്ടുണ്ട്. എന്തിന്ന്, ഫ്രം ബൈറ്റ്സ്, ഒരുപാട് കടികളിൽ നിന്ന് അവനെ രക്ഷിച്ചിട്ടുണ്ട്. എങ്ങനത്തെ കടികളാണ്, ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് അത് മരണകാരണമായേക്കാവുന്ന കടികളിൽ നിന്നാണ്. അതായത് ഫേറ്റൽ എന്ന് പറഞ്ഞാൽ വിനാശകരമായ അല്ലെങ്കിൽ മരണകാരണമായ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരം കടികളിൽ നിന്നൊക്കെ രക്ഷിച്ചത് അവൻ്റെ ഈ ഒരു തിക്നെസ് ഓഫ് ഹെയർ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പാർട്ടിൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ വാക്കുകളുടെയൊക്കെ മീനിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. അടുത്ത പാർട്ടായിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ഗോ അഹെഡ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.